ചെയ്യുവാണ്. അപ്പം എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു കോണിക്കിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റന്റ് ആണ്. അപ്പം ഈ എക്സെൻട്രിസിറ്റി അറിയാമെങ്കിൽ നമ്മളൊക്കെ ആ കോണിക്കിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എക്സെൻട്രിസിറ്റി ഓഫ് എ കോണിക് സെക്ഷന് നമ്മൾ പറയുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഫ്രം എനി പോയിന്റ് ഓൺ ദ കോണിക്, അതായത് നമ്മുടെ പി ടു ഇറ്റ്സ് ഫോക്കസ് PF ഡിവൈഡഡ് ബൈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദാറ്റ് പോയിന്റ് ടു ദ നിയറസ്റ്റ് ഡയറക്ട്രിക്സ്. അതായത് ഡയറക്ട്രിക്സിലോട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്യൂബ്. അപ്പം PF PQ, PF/PQ ആണ് എക്സെൻട്രിസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, E ഈസ് ഈക്വൽ ടു PF/PQ. ഇനി ഈ പറയുന്ന എക്സെൻട്രിസിറ്റി എങ്ങനെയാണ് ഓരോ കോണിക്കുന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. E ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് പാരബോള ആയിരിക്കും. ഇനി E ഈസ് ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും? എലിപ്സ് ആയിരിക്കും. E ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഹൈപ്പർബോള ആയിരിക്കും. ഓക്കെ, ഇനി E ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ? സർക്കിൾ ആയിരിക്കും. പിന്നെ E ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത്രയുമാണ് നമുക്ക് ക്ലാസിഫിക്കേഷനിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇത് ഓരോന്നും ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇത് ഏതായാലും ബേസിക് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം എലിപ്സിന്റെ കേസിലാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താ? x² + y² b² = 1. നമ്മൾ A ഗ്രേറ്റർ ദാൻ B എന്നുള്ള എലിപ്സ് ആണ് എടുക്കുന്നത്. അതായത് A ആണ് നമ്മുടെ മേജർ ആക്സിസ്. ഓക്കെ, ഇനി സെന്റർ ടു ഫോക്കസ് ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ PF അല്ലെങ്കിൽ C എന്ന് പറയുന്ന സാധനം. C എന്ന് പറയുന്നത് √A² - B² ആണ് എന്ന് നമുക്കറിയാം, അല്ലേ? അതെ, A² - B² ആണ് C എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം എക്സെൻട്രിസിറ്റി ഓഫ് ദ എലിപ്സ്, അതായത് E എന്ന് പറയുന്നത് ഞാൻ എന്താണെന്ന് പറഞ്ഞിരുന്നത്? സെന്റർ ടു ഫോക്കസ് ഡിസ്റ്റൻസ്, അതായത് PF ബൈ ഈ പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സ് വരെയുള്ളത് PF/PQ എന്ന് പറയാൻ വേണ്ടി. അപ്പം അതായത് P എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു PF എന്ന് പറഞ്ഞാൽ C ആണ്, PQ എന്ന് പറഞ്ഞാൽ A ആണ്. അപ്പം ഈ സാധനം വേണം നമുക്ക് ഡയറക്റ്റ്. E ഈസ് ഈക്വൽ ടു C/A എന്നൊരു സാധനം ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് എക്സെൻട്രിസിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. E ഈസ് ഈക്വൽ ടു C/A എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ സിക്ക് പകരം എന്തിട്ട് കൊടുക്കുന്നു? √A² - B² ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ E ഈസ് ഈക്വൽ ടു √A² - B² ഡിവൈഡഡ് ബൈ A എന്ന് പറഞ്ഞ ഇക്വേഷൻ എലിപ്സിന് വേണ്ടി മാത്രം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ A ഉണ്ട്, B ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് മൈനർ ആക്സിസും മേജർ ആക്സിസും ഉണ്ടെങ്കിൽ എക്സെൻട്രിസിറ്റി വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് എലിപ്സിന്റെ കേസിൽ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ